സെക്രട്ടേറിയറ്റിന് മുൻപിലെ അക്രമസമരവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ റിമാൻഡ് റിപ്പോർട്ട് കൈരളി ന്യൂസിന്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു. വിശദാംശങ്ങളുമായി VS അനുരാഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അനുരാഗ്, റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, ഒപ്പം ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി പറഞ്ഞ കാര്യങ്ങൾ, ഒന്നുകൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമഗ്ര വിവരങ്ങൾ. ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് നൽകിയിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചത് രാഹുലിന്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് ഈ അക്രമം തുടക്കമിട്ടത്. പട്ടിക കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ മാരകമായി തന്നെ ആക്രമിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് വാഹനം തകർത്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി രക്ഷപ്പെടുത്തി. രാജ്യത്തെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യണമെന്നുള്ള കാര്യമാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിധി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷനും കൃത്യമായി തന്നെ വാദം ഉയർത്തി. അണികളെ തടയുന്നതിന് പകരം അവർക്ക് പോലീസിനെ ആക്രമിക്കാനുള്ള നേതൃത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. പിരിഞ്ഞു പോയവരെ തിരികെ വിളിച്ചുകൊണ്ട് അക്രമത്തിന് നേതൃത്വം നൽകി. അക്രമം ഉണ്ടായിട്ടും പോലീസ് സംയമനം പാലിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതിനൊപ്പം തന്നെ പറഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. അതിൽ കൃത്യമായ മറുപടി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കേസിൽ ഏറ്റവും പ്രധാനം തെളിവുകൾ തന്നെയാണ്. ആ തെളിവുകൾ ലഭിച്ചാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയവും രീതിയും പോലീസാണ് തീരുമാനിക്കുന്നത്. എവിടെ വച്ച് വേണമെങ്കിലും ഒരു കേസിൽ പ്രതിയായാൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അവകാശമുണ്ട്. ഈ കേസിൽ മാത്രമല്ല, ഒരു പ്രത്യേകതയുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഈ കേസിൽ മാത്രം യാതൊരു പ്രത്യേകതയുമില്ല. എല്ലാ കേസിലും നടക്കുന്ന സ്വാഭാവികമായ കാര്യം തന്നെയാണ് ഈ കേസിലും നടന്നിട്ടുള്ളത്. പോലീസിനെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചാൽ അതിൽ രാഷ്ട്രീയം നോക്കില്ല, മുഖം നോക്കില്ല. അതിൽ ആരായാലും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ തന്നെയാണ്, വഞ്ചിയൂർ കോടതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. അതിനൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ അടുത്ത് ഇതിൽ പ്രതിഷേധിച്ച് അക്രമസമരം നടത്താനാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശരി, സെക്രട്ടേറിയറ്റിന് മുൻപിലെ അക്രമസമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങളാണ് സമഗ്രമായി തന്നെ VS അനുരാഗ് നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ വഞ്ചിയൂർ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിധി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.